ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഏത് ആത്മാവിൽ നടക്കുന്നു എന്ന് വിവേചിച്ചറിയണം എന്ന്. നാം ആത്മമനുഷ്യരാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നു. അതായത് ലോകം മുഴുവനേക്കാൾ വിലയേറിയതാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് എന്ന നിലയിലാണ് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നത്. നമുക്കൊരു ശരീരമുണ്ട്, ബുദ്ധിയും ചിന്തയും വികാരങ്ങളുമുള്ള ദേഹിയുണ്ട്. ഏറ്റവും വിലയേറിയ ഒരു ആത്മാവ് നമുക്കുണ്ട്. ലൂക്ക 9-ാം അധ്യായം 54-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ച്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാനത്രേ വന്നിരിക്കുന്നത് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. ഏലിയാവ് ചെയ്തതുപോലെ എന്ന് ആ ഭാഗത്ത് നാം ബ്രാക്കറ്റിൽ കാണുന്നുണ്ട്. ഏലിയാവിൻ്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ അവരെ നശിപ്പിച്ച് കളയൂ എന്ന് പറയുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ നാവ് പ്രവർത്തിക്കുകയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം വിവേചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മിൽ നിന്നും പുറപ്പെടുന്ന പ്രവൃത്തികളെല്ലാം ദൈവവചനത്തിന് യോജിക്കാത്തതായി പോകാൻ സാധ്യതയുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഈസബൽ എന്ന ഒരു ആത്മാവിനെ പറ്റി പറയുന്നുണ്ട്. ആ ആത്മാവ് അതീശത്വം നടത്തുന്ന ഒരാത്മാവാണ് എന്ന് നമുക്ക് കാണാം. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ഏത് ആത്മാവിനാൽ നടത്തപ്പെടുന്നു എന്ന് വിവേചിക്കുവിൻ. പ്രിയരെ, നാം നടത്തപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധമായ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ദൈവവചനത്തിന് യോജ്യമായതായിരിക്കും. പരിശുദ്ധാത്മാവ് ഇടത്തോട്ടോ വലത്തോട്ടോ നാം തിരിയേണ്ടത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പാദങ്ങളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുയോജ്യമായതായിരിക്കും. ആകയാൽ നാം ഏത് ആത്മാവിനാൽ നടക്കുന്നു എന്ന് നമുക്ക് വിവേചിക്കാം. എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം.